നിങ്ങളെല്ലാം പള്ളിയിൽ പോകണം, കഴിവിന്റെ പരമാവധി ജമാഅത്തിന് പങ്കെടുക്കണം. മഗ്രിബ് നിസ്കാരത്തിനും സുബ്ഹി നിസ്കാരത്തിനും പ്രധാനപ്പെട്ട ജോലിയൊന്നും ഉണ്ടാവുകയില്ലല്ലോ. ആ സമയത്ത് തീർച്ചയായും നിങ്ങൾ ജമാഅത്തിന് വരണം. അല്ലാത്ത സമയത്തും കഴിവിന്റെ പരമാവധി ജമാഅത്ത് നടത്തണം. ഒരൊറ്റ നിസ്കാരവും ഖളാ ആക്കരുത്. ഇലക്ഷൻ വന്നാലും കല്യാണം വന്നാലും സമ്മേളനം വന്നാലും എന്ത് വന്നാലും നിസ്കാരത്തിന് വിടുതിയില്ല. അല്ലാഹു നമ്മളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ എന്നെ ഓർത്തിട്ട് നിസ്കരിക്കണം എന്നാണ്. അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് നിസ്കരിക്കണം. അങ്ങനെ നിസ്കാരം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിന്റെ ശുദ്ധിയുടെ കാരണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, ഒരു മനുഷ്യന്റെ വീട്ടിന്റെ അരികിലൂടെ ഒരു ഹാർ ഒഴുകിപ്പോകുന്നു. ആ ഹാറിലൂടെ ഒരു അരുവി പോകുന്നു. ആ അരുവിയിൽ നിന്ന് ഇവൻ ഒരു ദിവസം 5 പ്രാവശ്യം കുളിച്ചാൽ ഹൽ യബ്ഖാ മിൻ ദറനിഹി ശൈഉൻ, അവന്റെ ശരീരത്തിലുള്ള ചേറിൽ നിന്ന് വല്ലതും ബാക്കിയാകുമോ എന്ന് ചോദിച്ചപ്പോൾ ലാ, ഇല്ലല്ലോ നബിയേ എന്ന് സ്വഹാബത്ത് മറുപടി പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചത് വകദാലിക സ്വലവാത്തുൽ ഖംസു, 5 നേരത്തെ നിസ്കാരം അങ്ങനെയാണ് കേട്ടോ. അതുകൊണ്ട് നിന്നിൽ നിന്ന് പ്രകൃതിയായി ചെറിയ ചെറിയ തെറ്റുകളും കുറ്റങ്ങളുമെല്ലാം വന്നു പോകാൻ സാധ്യതയുണ്ടെങ്കിൽ ആ കുറ്റങ്ങളൊക്കെ പൊറുപ്പിക്കാനും കൂടി പര്യാപ്തമാണ് 5 നേരത്തെ നിസ്കാരം. അല്ലാഹുവിനെ മാത്രം ഭയപ്പെട്ടുകൊണ്ട് നിസ്കരിക്കണം. ലോകത്ത് മറ്റാർക്ക് വേണ്ടിയുമല്ലാതെ റബ്ബ് സുബ്ഹാനഹു വ തആല എന്നിൽ കടപ്പാട് വെച്ചിട്ടുള്ളതാണ്, ഫർളാക്കിയിട്ടുള്ളതാണ് എന്ന് മനസ്സിലാക്കി നിസ്കരിക്കുകയും ഈ നിസ്കാരത്തിന്റെ ഉള്ളിൽ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, റഹ്മാനുറഹീമായ അല്ലാഹ്, നിന്റെ മുമ്പിൽ ഞങ്ങളുടെ സർവ ആരാധനകളും സർവ സഹായ അഭ്യർത്ഥനയും എല്ലാം തിരുക്കാഴ്ചയായി നിന്റെ മുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ദുആ ചെയ്യുന്നത് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, മുസ്തഖീമായ നേരായ ചൊവ്വായ വഴി, ആ വഴിയിൽ ഞങ്ങളെ നിലനിർത്തി, അതിൽ അടിയുറപ്പിച്ച് നിലനിർത്തി, അതേ വഴിയിലായി ഞങ്ങളെ ജീവിപ്പിച്ച് അതേ വഴിയിലായി ഞങ്ങളെ മരിപ്പിക്കണമേ എന്നാണ് ഫാത്തിഹയിൽ നമ്മൾ ദുആ ചെയ്യുന്നത്. അതുകൊണ്ട് പരിശുദ്ധ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് അതാണ് മുസ്തഖീമായ വഴി, അതാണ് ചൊവ്വായ വഴി, അതാണ് നേരെയുള്ള വഴി. ആ വഴിയിൽ ഉറപ്പിച്ചു നിൽക്കാൻ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. ഇത് പ്രാർത്ഥിക്കാത്തവൻ ആരുമില്ലല്ലോ. അതുകൊണ്ട് മഹത്തായ നിസ്കാരം ആരും ഉപേക്ഷിക്കരുതെന്നും പ്രത്യേകമായി ശ്രദ്ധിക്കണമെന്നും ഓർമ്മപ്പെടുത്തുന്നു. എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മപങ്ങന്മാരും നിങ്ങൾക്ക് ശുദ്ധിയുള്ള കാലത്ത് ഒരിക്കലും നിസ്കാരം ഉപേക്ഷിക്കരുത്. അതിനു പുറമെ നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരെ, കാരണവന്മാരെ ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തട്ടെ, എപ്പോഴാണ് നമ്മളുടെ മൗത്തെന്ന് നമുക്കറിയില്ലല്ലോ. കുല്ലുബ്നി ഉൻസാ വഇൻ ത്വാലത് സലാമതുഹു യൗമൻ അലാ ആലത്തിൻ ഹദ്ബാ മഹ്മൂലു. ഏത് മനുഷ്യനും അതാ പള്ളിക്കാട്ടിൽ പള്ളിച്ചെരുവിൽ തയ്യാർ ചെയ്തു വെച്ചിട്ടുള്ള മയ്യത്ത് കട്ടിലിൽ ഒരു ദിവസം കയറേണ്ടി വരുമല്ലോ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ സമയത്ത് നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ സ്വാലിഹായ അമലുകൾ വേണം. അതുകൊണ്ട് രാത്രി പാതിരാ സമയത്ത് നിങ്ങൾ എഴുന്നേൽക്കണം. സുബഹി നിസ്കാരത്തിന്റെ അരമണിക്കൂർ 3/4 മണിക്കൂർ മുമ്പെങ്കിലും നിങ്ങൾ എഴുന്നേറ്റ് ഒളിവെടുത്ത് അതാ തഹജ്ജുദ് നിസ്കാരം എന്ന് പറയുന്ന അതിപ്രധാനപ്പെട്ട സുന്നത്ത് നിസ്കാരം 2 റക്അത്തോ 4 റക്അത്തോ 6 റക്അത്തോ എത്രയാണോ നിങ്ങൾക്ക് കഴിയുന്നത് അത്രയും നിസ്കരിച്ച് വിത്റും നിസ്കരിച്ച് പാതിരാ സമയത്ത് അല്ലാഹു അല്ലാതെ മറ്റാരും കാണാത്ത സമയം, ആരും അറിയാത്ത സമയം റബ്ബ് സുബ്ഹാനഹു വ തആലയോട് എന്റെയും നിങ്ങളുടെയും ദോഷങ്ങൾ പുറത്തു തരാനും
നമ്മുടെ കടങ്ങൾ വീടാനും നമ്മുടെ ആയുസ് നീട്ടിക്കിട്ടാനും ആഖിബത്ത് നന്നായി മരിക്കാനും എല്ലാവരും ദുആ ചെയ്യുക. തഹജ്ജുദ് നിസ്കാരം കഴിവിന്റെ പരമാവധി എല്ലാവരും നിസ്കരിക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. അർഹമുർ-റഹീമായ മലിക്കുൽ മുലൂക്കായ റഹ്മായ റബ്ബേ, ഈ പള്ളി നിർമ്മിക്കുന്നതിന് മുൻപന്തിയിൽ നിന്നത് ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിം ഖലീൽ തങ്ങളവറുകളാണ്. അവർക്ക് നീ ദീർഘായുസ്സും ആഫിയത്തും ബറക്കത്തും കൊടുക്കും.